നമസ്കാരം. മലയാളി വാർത്ത ഇപ്പോൾ നിൽക്കുന്നത് മാന്നാർ കഴിഞ്ഞ ദിവസം വാർത്തകളിൽ നിറഞ്ഞ, അതായത് 15 വർഷമായി കാണാതായ കല എന്ന് പറയുന്ന സ്ത്രീയുടേതെന്ന് പറയുന്ന ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കലയുടെ മുൻ ഭർത്താവിന്റെ വീട്ടിന് മുന്നിലാണ്. അതായത് ഇവിടെയാണ് കല പ്രണയിച്ച് അനിലിനോടൊപ്പം ഒളിച്ചോടി വന്നത്. പിന്നീട് 2008-2009 കാലഘട്ടത്തിലാണ് കലയെ കാണാതാകുന്നത്. പിന്നീട് ആരും അന്വേഷിച്ചിട്ടില്ല. കല സൂരജ് എന്ന് പറയുന്ന ഒരു യുവാവിനോടൊപ്പം പോയി എന്നാണ് നാട്ടിലും ഒക്കെ പറയുന്നത്. കലയുടെ മകനോട് ഞങ്ങൾ സംസാരിച്ചപ്പോഴും ആ 17 വയസ്സുള്ള ആ കുഞ്ഞ് പറയുന്നത്, അമ്മ തനിക്ക് 1.5 വയസ്സായപ്പോൾ മറ്റൊരാളുടെ കൂടെ പോയത് ആണ് എന്നാണ് നാട്ടുകാരും അച്ഛനും അച്ഛന്റെ വീട്ടുകാരും ഒക്കെ പറഞ്ഞിരുന്നത്. പണവും സ്വർണവും ഒക്കെ എടുത്തുകൊണ്ടാണ് പോയത്. പിന്നീട് അമ്മയെ കണ്ടിട്ടില്ല. അമ്മയെ അന്വേഷിച്ച് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു ഞാൻ. ആ സമയത്താണ് ഇത്തരം ഒരു വാർത്ത അല്ലെങ്കിൽ ഇത്തരം ഒരു സംഭവം നടന്നത്. പക്ഷെ പോലീസിന് ഇവിടെ നിന്നൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ആ കുഞ്ഞ് തറപ്പിച്ച് പറയുന്നത്. പക്ഷേ ഇന്നലെ മുടിയിൽ നിന്നുള്ള ക്ലിപ്പ്, കുറച്ച് ഭാഗങ്ങൾ, ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. എന്തായാലും ഇതൊരു ദുരൂഹമായ ഒരു സംഭവം തന്നെയാണ്. 15 വർഷം മുൻപ് അനിൽ എന്ന് പറയുന്ന യുവാവിനെ പ്രണയിച്ച് ഇവിടെ എത്തിയ കല പിന്നീട് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നു. കലയ്ക്ക് മറ്റൊരാളുമായി പ്രണയബന്ധമുണ്ട് എന്ന് വീട്ടുകാർ അനിലിനെ ധരിപ്പിക്കുന്നു. അനിൽ അപ്പോ സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. അനിലിനെ ധരിപ്പിക്കുന്നു. പിന്നീട് താൻ വന്നതിന് ശേഷം മകനെ തനിക്ക് വേണം, അതിനുശേഷം തീരുമാനങ്ങൾ എടുക്കാം എന്ന് അനിൽ കലയോട് പറയുന്നു. അതിനുശേഷം പിന്നീട് അറിയുന്നത് കലയെ കാണാനില്ല എന്നുള്ള വിവരങ്ങളാണ് പിന്നീട് അറിയുന്നത്. കലയെ സംബന്ധിച്ചിടത്തോളം പ്രണയിച്ച് വന്നതുകൊണ്ട് തന്നെ വീട്ടുകാരുമായി വലിയ ബന്ധം ഇല്ലായിരുന്നു. അച്ഛനും അമ്മയും ഇല്ല, 2 സഹോദരങ്ങൾ മാത്രമാണുള്ളത്. ആ സഹോദരങ്ങൾ പിന്നീട് ഇത്തരത്തിൽ കാണാനില്ല എന്ന് പറഞ്ഞ് മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ സഹോദരന്മാർ വലിയ രീതിയിൽ ഇത് അന്വേഷിക്കാൻ തയ്യാറാവാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. പിന്നീടാണ് ഒരു ഊമക്കത്ത് മാന്നാർ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതും പിന്നീട് പോലീസ് ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നതും. മാത്രമല്ല, ഇതിലെ ഒരു പ്രതി എന്ന് സംശയിക്കുന്ന ഒരാളുടെ ഭാര്യ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ട, അതായത് ഇയാൾ ആ ഭാര്യയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുകയും കലയെ കൊന്നു കുഴിച്ചു മൂടിയതുപോലെ നിന്നെയും കുഴിച്ചു മൂടും എന്ന് അയാൾ പറയുകയും ചെയ്തു. അതിൽ നിന്ന് ചില സംശയങ്ങൾ പോലീസിനുണ്ടായി. പിന്നീട് പോലീസ് കൃത്യമായി നിരീക്ഷണം നടത്തി. അങ്ങനെ നിരീക്ഷണം നടത്തി പിന്നീട് പല സംശയങ്ങളും തോന്നിയതിനു ശേഷമാണ് പോലീസ് ഈ പരിശോധനയ്ക്ക് തയ്യാറായത്. അതായത് ഈ ഊമക്കത്തിൽ സെപ്റ്റിക് ടാങ്കിൽ ഇത്തരത്തിൽ കലയുടെ മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് ഊമക്കത്തിൽ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ഇവിടെ എത്തുന്നതും അന്വേഷണം നടത്തുന്നത്. എന്തായാലും ഈ ഇലന്തൂരിലെ നരബലിക്ക് ശേഷം പിന്നീട് കേരളക്കരയെ ഒന്നാകെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ മാന്നാറിൽ നടന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇനി ഫോറൻസിക് പരിശോധനയുടെയൊക്കെ ഫലം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിന്റെ വ്യക്തമായ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ വ്യക്തമായ ഒരു സൂചന കൃത്യമായി നൽകാൻ കഴിയൂ. അത് കലയുടെ മൃതദേഹം തന്നെയാണോ അല്ലെങ്കിൽ മറ്റാരുടേതെങ്കിലും ആണോ എന്നൊക്കെ. കാരണം ഈ മൃതദേഹം ദ്രവിച്ചു പോകേണ്ട വിദഗ്ധമായ കെമിക്കലാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. കല്ല് വരെ ദ്രവിച്ചു പോകുന്ന കെമിക്കലാണ് ഈ സെപ്റ്റിക് ടാങ്കിൽ ഉപയോഗിച്ചിരുന്നത്. മാത്രമല്ല, ഈ പഴയ വീട് പൊളിച്ചപ്പോൾ അതിന്റെ അവശിഷ്ടങ്ങളും ഈ സെപ്റ്റിക് ടാങ്കിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അങ്ങനെ അത്തരത്തിൽ പഴയ വീട് പൊളിക്കുമ്പോൾ ഈ അവശിഷ്ടങ്ങൾ സെപ്റ്റിക് ടാങ്കിൽ ഇടേണ്ടതിന്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം, അവിടെയും ചില ദുരൂഹതകൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയേറെ ദുരൂഹതകൾ ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട്. അതിന്റെയൊക്കെ സത്യാവസ്ഥ ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ. ഈ ഒരു കാണുന്ന പ്രദേശത്താണ് ഈ സെപ്റ്റിക് ടാങ്ക് ഉണ്ടായിരുന്നത്. ഇത് അനിലിന്റെ വീടാണ്. അതായത് കല പ്രണയിച്ച് വന്ന അനിലിന്റെ വീടാണിത്. ഇപ്പോൾ അനിലിന്റെ ഭാര്യയും, അനിൽ 2ാമത് കല്യാണം കഴിച്ച ഭാര്യയും 2 മക്കളും ആദ്യ ഭാര്യയിലെ കലയുടെ മകനുമാണ്. അനിലിന്റെ അച്ഛനും അമ്മയുമാണ് ഇവിടെ താമസിക്കുന്നത്. അനിലിനെ കുറിച്ച് നാട്ടുകാർക്കൊക്കെ വളരെ നല്ല അഭിപ്രായമാണ്. അനിൽ ഇത്തരത്തിൽ ചെയ്യില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല വിവരങ്ങളും പുറത്തു വരേണ്ടതുണ്ട്. ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇതിൽ കൃത്യമായ ഒരു വിവരം പങ്കുവയ്ക്കാനും പറയുവാനും സാധിക്കുകയുള്ളൂ. ക്യാമറമാൻ രാജീവ് ആയാപ്രമിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാശേഖരൻ.